തൃക്കാക്കര മാത്രമല്ല, കേരളം ഒട്ടാകെ ഒരു ഹെവി ന്യൂനപക്ഷ കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ഇവിടെ 60% വോട്ടാണ് ഇവിടുത്തെ മണ്ഡലത്തിൽ എം എൽ എക്ക് ലഭിച്ചത്. മാരാറിന്റെ ഒരു തള്ളിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാൻ പോവാണ്. മാരാർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ തൃക്കാക്കരയിൽ BJPക്ക് നല്ല വോട്ട്, പഴയതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടിയെന്നുള്ള രീതിയിലാണ് മാരാർ ഇപ്പോൾ പറഞ്ഞു ഇറക്കി നടക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയണം, അല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾ മണ്ടരായിപ്പോവും. ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് BJPക്കാരുടെ. അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല. മാരാറിന്റെ കള്ളം പൊളിക്കാനാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഇത് ഉറപ്പായിട്ടും ചെയ്യുക. ഈ പിന്നെ വെറുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേര്. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരമാവധി ആൾക്കാരുടെ അടുത്ത് അങ്ങ് എത്തിക്കുക. ഓക്കെ, അപ്പം കഴിഞ്ഞ വട്ടം അതായത് BJPയും 2020 കൂടെ എന്താ പറയുക, രണ്ടായിട്ട് നിന്നാണ് മത്സരിച്ചത്. BJPയും 2020. ഓക്കെ, ഈ വട്ടം രണ്ടും കൂടെ ചേർന്നിട്ടാണ് മത്സരിച്ചത്. അങ്ങനെയാണ് നമ്മുടെ മാരാർജി അവിടെ നിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വട്ടം 15,483 വോട്ടാണ് ഈ പറയുന്ന BJP നേടിയത്. 13,897 വോട്ടും ആര് ഈ പറഞ്ഞ 2020 നേടിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുമ്പോൾ 29,370 വോട്ടാണ്. കേട്ടല്ലോ, കഴിഞ്ഞ വട്ടത്തെ വോട്ടാണ്. രണ്ടും കൂടെ ചേർന്നല്ല. ഇപ്പം ആ സമയത്ത് രണ്ടും രണ്ട് തട്ടാണല്ലോ. ഈ വട്ടം ഇവർ ഒന്നിച്ച് കഴിഞ്ഞപ്പോൾ 21,000, അതായത് മാരാറിന് കിട്ടിയ വോട്ടാണ് 21,444 കിടക്കുന്നെങ്കിലും 21,424 വോട്ടാട്ടോ. 20 വോട്ടെണ്ണം ഗേറ്റ് വിട്ടതാണ്. അതൊരു 4 നമ്പർ കണ്ടിട്ടായിരിക്കാം ചിലപ്പം. അവിടെയും കള്ളം കാണിച്ചു. അപ്പം നിങ്ങൾ കൂട്ടേണ്ടതെന്ന് വെച്ചാൽ, കഴിഞ്ഞ വട്ടത്തെ രണ്ടും കൂടെ കൂട്ടിയപ്പോൾ തന്നെ 29,370, ഈ വട്ടം രണ്ടും കൂടെ ചേർന്ന് ഈ കഴുതെ നിർത്തിയപ്പം കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ 21,424 വോട്ട്. 8,000-ഓളം വോട്ട് കുറവാണ്. 8,000-ഓളം വോട്ട് കുറവാണ്. ഇങ്ങനെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ മണ്ഡലമാണെങ്കിൽ അങ്ങനെ പലയിടത്തും. സത്യം പറഞ്ഞാൽ കേരളത്തിൽ BJPക്ക് വോട്ട് കിട്ടിയത് 1-2% മാത്രമേ കൂടിയിട്ടുള്ളൂ. ഇതൊന്നും ജനങ്ങളോട് പറഞ്ഞാൽ എന്താ പറയുക, മനസ്സിലാവണമെന്നില്ല. ന്യൂസിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ശരിയെന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റി. പിന്നെ ഇവനെ പോലുള്ള നാറികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളുടെ ശരീരത്തിലോട്ട് ഇഞ്ചക്ട് ചെയ്ത് വിടും. അപ്പം BJP ഇത്ര വോട്ട് പിടിച്ചാൽ അടുത്ത വട്ടം കിട്ടുമെന്ന് ആൾക്കാരുടെ മനസ്സിൽ ഇത് പതിയിപ്പിക്കും. അങ്ങനെയാണ് ഇവന്മാർ വോട്ട് പിടിക്കാൻ നോക്കുന്നത്. ദേവി ചെയ്തിട്ട് ചാടാത്തി ചെന്ന് വീടല്ലേ, അത്ര ഞാൻ പറയത്തുള്ളൂ. 3 സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ. അവർ നല്ല രീതിയിൽ ഭരിക്കുന്നെങ്കിൽ ഭരിക്കട്ടെ, അതെന്തോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇവൻ്റെ വാക്ക് ആരും കേൾക്കരുത്. 8,000-ഓളം വോട്ട് കുറവാണ്. ഇവൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഇപ്പം വന്നതിന് ശേഷമാണ് അത്രയും വോട്ട് കൂടുതലാണെന്നുള്ള രീതിയിൽ. ഒരിക്കലുമല്ല. ഇനി അവൻ്റെ കുറച്ച് തള്ളും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് തരാം. ഓക്കെ, വേണ്ടേ, കറക്റ്റ് വോട്ടിൻ്റെ കണക്കാണ്. അഖിൽ മാരാർ 2020 പാർട്ടി 21,474 വോട്ട്. ഓക്കെ, ഇനി അവൻ്റെ തള്ളിലോട്ടൊക്കെ ഇത് പോവാം. നിൽക്കി ആദ്യം ഇവിടുന്ന് തന്നെ അത് തുടങ്ങാം. തുടങ്ങിപ്പോയി. ഉമാ തോമസ് ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇതിൽ പക്ഷേ ഒരു വലിയ പരാജയം നേരിട്ടു. അല്ല, അങ്ങനെയില്ല. അഖിൽ എന്ന് പറയുന്ന വ്യക്തി, ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ്. പിന്നെ ആരാ മത്സരിച്ചത്? അതും കൂടെ ഒന്ന് പറഞ്ഞതാ മാരാരെ. ഓ എൻ്റെ പൊന്നും മാരാരെ, മനുഷ്യനെ അവർ ഉണ്ടാക്കാനാക്കാതെ. മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. അവിടെ അഖിൽമാരാർക്ക് പ്രാധാന്യമില്ല, ഉമാ തോമസിന് പ്രാധാന്യമില്ല. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ആശയത്തിന് വലിയ സ്വീകാര്യത കേരളത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് 3 താമര വിരിഞ്ഞതും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,000 വോട്ട് ഇത്തവണ ട്രിവാൻഡ്രം പിടിക്കും, പാലക്കാട് പിടിക്കും എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പാലക്കാട് ഈ വട്ടം അത്ര പിഷാരടിക്ക് ചാൻസ് കുറവാന്ന് വരെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പുറത്ത് പറയാൻ പറ്റിയില്ല. ട്രിവാൻഡ്രം പിടിക്കുമെന്നറിയാം, പക്ഷേ ബാക്കി 2 ബോണസ് ആയിട്ടാണ് ഞാൻ കൂട്ടിയിട്ടുള്ളത്. ആ ചാത്തന്നൂർ ഞാൻ ഷോക്കായി പോയി. ഏതാണ് ഈ മനുഷ്യൻ ഇടയ്ക്കൂടെ വന്ന് ഗോൾ അടിച്ചിട്ട് പോയി? എനിക്ക് പുള്ളിയെക്കുറിച്ച് അറിയത്തില്ല, സത്യം പറയാമല്ലോ. പുള്ളി വേറെ ലെവല്. പിന്നെ ഒരു 140 വോട്ടിന് അങ്ങോട്ട് ഒരു വ്യക്തി ജയിച്ചിട്ടുണ്ടായിരുന്നു. 140 വോട്ടിന്, അതും ഒട്ടും പ്രതീക്ഷിച്ചില്ല. മാരാജി പറ. 1,500-ലേക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത്. അഖില് വലിയ രീതിയിൽ കാടിളക്കിയ ഒരു പ്രചരണം നടത്തിയ ഒരാൾ കൂടിയാണ്. വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിനുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ ഒരാൾ കൂടിയാണ്. പക്ഷെ എവിടെയാണ് 2020-ക്ക് പിഴച്ചത് എന്നൊരു ചോദ്യം. അല്ല, 2020-ക്കും പിഴച്ചിട്ടില്ല, നമുക്ക് ആർക്കും പിഴച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം. നമ്മൾ ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചൊരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. നോക്കൂ, എനിക്ക് ആദ്യം ഇവിടെ വേണ്ടത് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ എന്റെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അണന്റെ ആ ഒരു പ്രതീക്ഷ കാരണമാണ് 8,000-ഓളം വോട്ട് കുറഞ്ഞത്. ഓവർ പ്രതീക്ഷ കൊടുത്തത്. നിങ്ങൾ തന്നെ പറ. ഒന്ന് കോമഡി പീസ് ആവുമല്ലേ? സോഷ്യൽ മീഡിയ വൈറലാവണമെന്ന് കരുതിയിട്ടാണോ ഈ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചത്? വന്നപ്പോൾ മുതലും ഈ പിഷാരടിയെ കുറ്റം പറയലായിരുന്നു ഇവരുടെ സ്ഥിരം പരിപാടി. രമേശ് പിഷാരടി അഖിൽമാരാറിൻ്റെ വികസനത്തിനെ കുറിച്ചാണ് എഴുതി വിട്ടത്. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവൻ്റെ രാഷ്ട്രീയം എന്താണ്? സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമാണ് വന്നതെന്ന്. സത്യം
നല്ല പൈസ BJP ഇറക്കുന്നുണ്ട്. റോബിനൊക്കെ 5 കോടി രൂപ കിട്ടിയത്. അപ്പോൾ ഇവനെത്ര കിട്ടി കാണും? ഇവനെ ജയിച്ചാലും തോറ്റാലും വിഷയമൊന്നുമല്ല, സീറ്റ് കിട്ടുക നിൽക്കുക. ഓക്കെ, കുറച്ച് ട്രോൾ വന്നാലും എൻ്റെ പൊന്നു മക്കളെ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ, രാത്രിയിലാണ്. ഓക്കെ, ഉള്ള കാര്യം പറയാമല്ലോ, നല്ല പൈസ വരുമ്പോൾ മിണ്ടാതിരിക്കും. ബിഗ് ബോസിലെ ഹനുമോടെ കാര്യം ഞാൻ പറയാം. പുള്ളിക്കാരി ഇതുപോലെ ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ദിവസം കിട്ടുന്ന 70,000-80,000 രൂപയൊക്കെ കിട്ടുമ്പോൾ ഇച്ചിരി ട്രോളും ഇച്ചിരി സഹിച്ചാലും ഒരു വിഷയമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന മാരാർ 5-6 കോടി കിട്ടിയവന് കൂടി വന്ന ഇലക്ഷന് 3 കോടി ചിലവാക്കിയാലും 3 കൈയിരിക്കുക അവൻ അത്രയും ഗുണമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. BJP നല്ല രീതിയിൽ ഫണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇവൻ സത്യം പറഞ്ഞ ആൾക്കാരെ വെറും മണ്ടരാക്കി പോകുന്ന ഒരുത്തനം. അത് ഈ അടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായി. കാരണം പുള്ളി മൊത്തം പാലക്കാടായിരുന്നു. പാലക്കാട് പിഷാരടി അങ്ങ് ട്രോളാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് നിന്നോണ്ടിരിക്കുകയായിരുന്നു. കാരണം അറിയാമല്ലോ, ഫോക്കസ് ചെയ്യുന്ന മൊത്തം പാലക്കാടായിരുന്നു. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പാലക്കാട് രാഹുൽ പകരമായിട്ട് പിഷാരടി വന്നു. അപ്പോൾ അവിടെ ഭയങ്കര TV ചർച്ച ചെയ്യുമ്പോൾ പുള്ളി അവിടെ ഉള്ളവരെ ട്രോളും. കാരണം പുള്ളിക്ക് ഇവിടെ ശ്രദ്ധ മേടിക്കാൻ വേണ്ടി. പക്ഷേ ശ്രദ്ധ മേടിച്ച് ട്രോളായി അവസാനം ആൾക്കാർ വെറുത്തു. അങ്ങനെ തന്നെ പറയാം. അവർക്ക് ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് ഒരു വോട്ട് ചെയ്യാൻ തോന്നത്തുള്ളൂ. 2, അവർ ഒരാളോട് വോട്ട് ചോദിക്കാൻ പോകത്തുള്ളൂ. അപ്പൊ എന്റെ ടീമിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി അവരെ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് ഈ രംഗത്തേക്ക് ഇറക്കാൻ പറ്റണം. അഖിൽമാരാർ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിലുണ്ടാവും, തൃക്കാക്കരയിൽ സജീവമായി ഉണ്ടാകും. എവിടെ നിന്നൊന്നും അങ്ങനെ ഇവൻ ജയിക്കൂല. ഓക്കെ, ബാക്കിയും കൂടെ വെച്ചുതരാം. തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം മുൻപത്തെക്കാളും കൂടുതൽ നമുക്ക് വോട്ട് കൂടി, പിന്നെ പ്രതീക്ഷിച്ച വോട്ട് വന്നു എന്ന് ചോദിക്കാനും നല്ലത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കോൺഗ്രസ് അവർക്ക് പ്രതീക്ഷിച്ചിരുന്ന വോട്ട് ഒരു 55,060 ആയിരുന്നു. പക്ഷെ ആ 60 എന്ന് പറയുന്ന പീക്ക് 2 പ്രാവശ്യം PT തോമസിന് കിട്ടിയ വോട്ടിൽ നിന്ന് 24,000 വോട്ട് അവർക്ക് അഡീഷണൽ വരികയും ആ വോട്ടുകൾ ഒരുപക്ഷെ നമ്മളിലേക്ക് വരാൻ കഴിയുമെന്നുള്ളതായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞു 30-35 ഇടയ്ക്ക് ഇടതുപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത്. ഇവിടെ അവരുടെ പ്രവർത്തനം മോശമായിരുന്നു. ഓൾ കേരള പിണറായി വിരുദ്ധത ഉണ്ടായിട്ടുണ്ട്. ഓൾ കേരള പിണറായി വിരുദ്ധത വലിയ രീതിയിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ വോട്ടുകൾ ഒന്നടങ്കം പിണറായിക്ക് എതിരായി മാറാൻ എന്തോ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. ആ കാരണങ്ങൾ ഇടതുപക്ഷം പഠിക്കണം. അപ്പൊ അത് ഇല്ലെങ്കിൽ അത് അപകടമാണ്. അങ്ങനെ വൺ സൈഡറായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു സമൂഹം മാറുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പിണറായിയുടെ പരാജയമായിട്ടാണോ കണ്ടത്? പിണറായി വിരുദ്ധതയാണോ? ഇതൊക്കെ നമുക്ക് ചർച്ചയാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാ മണ്ഡലത്തിലും നിങ്ങൾ നോക്കൂ, മണ്ഡലങ്ങൾ മുഴുവൻ എടുത്തു വെച്ച് പരിശോധിക്കൂ. വൺ സൈഡറായിട്ട് വോട്ടിന്റെ ഒരു സിംഗ് ഉണ്ടായിട്ടുണ്ട്. വൺ സൈഡഡ് സിംഗ്. ഇവിടെ നിന്നല്ല ഒരുവിധപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ രാവിലെ എല്ലാം ഇന്നലെയൊക്കെ ഇരുന്നിട്ട് ഓരോ മണ്ഡലങ്ങളിലെയും വോട്ടിന്റെ പാറ്റേൺ നോക്കുമായിരുന്നു. ഇപ്പം ഇടതുപക്ഷം 6-7 മണ്ഡലങ്ങളിൽ ജയിച്ചത് 2,000 വോട്ടിന് താഴെയാണ്. കഷ്ടിച്ച് 2,000, കൊട്ടാരക്കര 1000 വോട്ടിന്, അതുപോലെ വർക്കലയിൽ 2,000 വോട്ടിന്, മറ്റേ രവീന്ദ്രനാഥിന് കഷ്ടിച്ച് 148-183. അങ്ങനെ ഇവർ ജയിച്ച സ്ഥലത്തെല്ലാം വളരെ ചുരുങ്ങിയ രീതിയിൽ കഷ്ടിച്ച് ഒരു രക്ഷപ്പെട്ടപ്പോൾ പരാജയപ്പെട്ട സ്ഥലത്ത്, പ്രത്യേകിച്ച് മലപ്പുറം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 85,000 വോട്ടിന് കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് തൊട്ട് ഏതാണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ലീഡിലേക്ക്, അതായത് ഇടതുപക്ഷം പിടിച്ചതിനെക്കാട്ടിയും കൂടുതൽ ലീഡിലേക്ക് വന്നു. തൃക്കാക്കരയിൽ അവരെ സംബന്ധിച്ച് 12% വോട്ടാണ് കുറഞ്ഞത്. 36% നിന്ന് 23%-ലേക്ക് 12%, ഏകദേശം 13%-ഓളം അവരുടെ വോട്ട് കുറയാണ് ചെയ്തത്. നമുക്കിപ്പോൾ വ്യക്തി ഒരു കാൻഡിഡേറ്റ്, ഇന്ത്യയുടെ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ പ്രത്യേകിച്ച് വളരെ അടുത്ത് ഫോം ചെയ്ത ഒരു മുന്നണിയാണ് 2020 BJP ഒരു ഫോർമേഷൻ വളരെ റീസെന്റ് ആയിട്ട് വരുന്നതാണ്. ആ ഒരു ഹീലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. 2020 ആൾക്കാർക്ക് പെട്ടെന്ന് BJP-യുമായിട്ട് സിങ്ക് ആവാൻ പറ്റുമെന്നുള്ള ഒരു ഹീലിംഗ് പീരീഡ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോട്ടുകളെല്ലാം കൃത്യമായി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് സന്തോഷം. പച്ചക്കള്ളമാണ് ഈ പറഞ്ഞതൊക്കെ. ഞാൻ കണക്കുകൾ നിങ്ങളെ കാണിച്ചു തന്നില്ലേ? ഇവനെപ്പോലൊരു കള്ളനെ ഈ ലോകത്തില്ല. ഞാനുള്ള കാര്യം പറയാലോ. ഇനിയിപ്പം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി, കിട്ടാത്ത കാര്യങ്ങളില്ല. ഞാനിപ്പോൾ നിങ്ങളെ ഇത് കാണിച്ചു തരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീഡിയോ ഇത്രയും നീട്ടി വെക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ആ തുടക്കത്തെ ഒരു 2-3 മിനിറ്റിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അതിനകത്തെല്ലാം ഉണ്ട്, ഒളിപ്പിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഉണ്ട് സത്യങ്ങൾ മൊത്തം. ബാക്കി ഇപ്പം പറയുന്നത് ഇത് കണ്ടിട്ട് നിങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാരാർ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷസിൻ്റെ രീതി എന്താണെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ. അഭിപ്രായങ്ങൾ കൊടുക്കുക.